ഹായ് ഹലോ എല്ലാവർക്കും വിനസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോൺ വെജ് ഡിഷു ആയിട്ടാണ്. നമ്മളിപ്പോൾ ഒരുപാടായി നോൺ വെജ് ചെയ്തിട്ട് അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളിത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ ഇത് എത്രത്തോളം സ്പെഷ്യലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിന് ആവശ്യമുള്ള അത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ 1 കിലോ ചിക്കൻ്റെ അളവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ കുറച്ചാണ് ചിക്കൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലകളുടെ അളവുകളൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം 1 കിലോ ചിക്കൻ ആണെങ്കിൽ. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 ചെറുനാരങ്ങൻ്റെ നീര് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇത് കുരു ഇടാണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കനിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറും ആണ് നമ്മൾ ചിക്കനുള്ളത്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. ചിക്കനിൽ എല്ലായിടത്തോട്ടും ഒരേപോലെ ആവുന്ന രീതിയിൽ തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇത് ഫ്രീസറിലോട്ട് വെക്കണം. നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം ചിക്കന് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ചിക്കന് ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ ഇട്ട പാടെ തന്നെ ഇളക്കാൻ നിൽക്കേണ്ട. നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ അത് എണ്ണയിൽ പെട്ടെന്ന് തന്നെ കലങ്ങിപ്പോവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഇതാ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കന് മുഴുവൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ചിക്കന് നല്ലോണം വേവണം. നമ്മൾ വേറെ ഇതിൽ വേവിച്ചെടുക്കണമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയം തന്നെ ചിക്കന് നല്ലോണം ഒന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പം ഞാൻ ചിക്കൻ ഇതാ ഫുള്ളും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ചും കൂടെ ഒരു പണിയുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഞാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള അതിൽ നിന്ന് കുറച്ചൊരു ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ആ ശരിക്കുള്ള ഫ്ലേവറും കൂടെ കിട്ടും. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ഒരു ഗ്രേവിയാണ്. എരിവിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരേ ടേസ്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പം കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ചും കൂടെ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തീ പറ്റ കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് പുളി കുറഞ്ഞിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ തൈര് ചേർക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം.
ഇതിലേക്ക് ഞാൻ ഒരു മുട്ടൻ്റെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത പാട് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് തന്നെ വെന്തിട്ട് ഒരു വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചിക്കൻ്റെ ഈ ഗ്രേവി ഉണ്ടാക്കിയ സമയത്ത് ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സമയത്ത് തന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രേവിയിൽ ചിക്കനെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ചിക്കന് മസാല ഇട്ടൊക്കെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് അതിൽ കുറച്ചൊരു മസാല ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. അതുപോലെ 1 സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചിക്കന് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതാണ്. ഇതും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിൽ കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിൻ്റെ പൊറോട്ടൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തൈരിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ട്രൈ ചെയ്യുക. എല്ലാം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും താങ്ക് യു.